സെയിൽസ് ടീമിന്റെ പെർഫോമൻസിനെ പറ്റി പറയുന്ന സമയത്ത് പല ബിസിനസ് ഓണേഴ്സും പറയുന്ന ഒരു പരാതിയുണ്ട്. അത്യാവശ്യം നല്ല സാലറി കൊടുക്കുന്നു, വലിയ ഇൻസെന്റീവ് കൊടുക്കുന്നു, എന്നിട്ടും അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല. അവർ ടാർഗറ്റിൽ സ്റ്റക്ക് ആവുന്നു, പല സമയത്തും കംഫർട്ട് സോണിൽ പോകുന്നു, ബ്രാൻഡിനെ കൃത്യമായിട്ട് ഓൺ ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള പരാതികൾ. ഇത്തരം ലീഡേഴ്സിന്റെ അതുപോലെ ഇത്തരം സ്ഥാപനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിച്ച സമയത്ത് മനസ്സിലായ ഒരു സംഗതി, സെയിൽസ് പീപ്പിളിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റേ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ സാലറിയിലും ഇൻസെന്റീവിലും മാത്രം ഊന്നിയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾക്ക് ഇത്ര സാലറി കിട്ടും, ഇത്ര ഇൻസെന്റീവ് കിട്ടും, ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സൗഭാഗ്യങ്ങളൊക്കെ ഭാവിയിൽ വരും എന്നതിൽ മാത്രം ഊന്നിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഈ രൂപത്തിൽ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് അവിടെ എത്തിച്ചേരുക. സാലറിയും ഇൻസെന്റീവും വളരെ പ്രധാനമാണ്. ഏറ്റവും നല്ല രീതിയിൽ, ഈ രീതിയിൽ അല്ലാതെ ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറൊരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളും സാലറിയും ഇൻസെന്റീവും വളരെ നല്ല രീതിയിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഊന്നൽ കൊടുക്കുക സാലറിക്കും ഇൻസെന്റീവിനുമല്ല. കസ്റ്റമേഴ്സിനോടും ഫ്യൂച്ചർ എംപ്ലോയീസിനോടുമുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രധാനമായിട്ട് വരുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അവരുടെ പർപ്പസ് ആണ്. വൈ ഡു ദേ എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ്? അവർ ഈ ലോകത്തിൽ നിലനിൽക്കുന്നതിന്റെ, ആ ബ്രാൻഡ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? അവർ ഈ ലോകത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വൈ, ദ പർപ്പസ്. രണ്ട്, ഹൗ ദേ ഷോ അപ്പ് ഇൻ ദിസ് വേൾഡ്. അവരെങ്ങനെയാണ് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്, അഥവാ അവരുടെ മൂല്യങ്ങൾ എന്താണ്, അവരുടെ കോർ വാല്യൂസ് എന്താണ്, അത് ആളുകളോടുള്ള അവരുടെ പെരുമാറ്റം, കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ പെരുമാറ്റം തുടങ്ങി ലോകത്തോട്, പ്രകൃതിയോട്, എംപ്ലോയീസിനോടൊക്കെയുള്ള അവരുടെ ഇടപെടലുകളിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയാലാണ് മനസ്സിലാവുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഒരു സ്ഥാപനം കേവലം ഒരു നല്ല സ്ഥാപനം എന്നതിൽ നിന്ന് മാറി ഒരു മഹത്തായ സ്ഥാപനമായിട്ട് മാറുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സാലറി, ഇൻസെന്റീവ് എന്നുള്ളതിലപ്പുറം ഈ ബ്രാൻഡിന് വേണ്ടി അഭിമാനത്തോടു കൂടി വർക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു തോന്നലിൽ ആളുകൾ അവിടെ ജോലിക്ക് അപേക്ഷിക്കുകയും അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വരികയും അവർ സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അവർ സാലറിയുടെയും ഇൻസെന്റീവിന്റെയും മാത്രം അടിസ്ഥാനത്തിൽ പെർഫോം ചെയ്യുന്ന ആളുകളായിരിക്കില്ല. എന്താണോ വാട്ട് എവർ ഇസ് റിക്വയർഡ് അത് ചെയ്യുക, അത് സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഓണർഷിപ്പ് ഉള്ള ആൾക്കാരായിരിക്കും. അവർ ബ്രാൻഡിനെ ഓൺ ചെയ്യും, അവിടെ വർക്ക് ചെയ്യുന്നതിൽ ഒരു അർത്ഥം കണ്ടെത്തുന്ന ആളുകളായിരിക്കും.